ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ ലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറ്റ ശിക്ഷയുണ്ട്. ഫിദ്ദുന്യാവൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അവർക്ക് വേദനയേറ്റ ശിക്ഷയുണ്ട്. വല്ലാഹു യഅലം, അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരല്ല. വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹുവിന്റെ കാരുണ്യവും നിങ്ങൾക്ക് മേലില്ലായിരുന്നുവെങ്കിൽ ആലോചിച്ചു നോക്കി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു. അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ ഔദാര്യവും റഹ്മത്തും നിങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? വഅന്നല്ലാഹ റഊഫുർ റഹീം, നിശ്ചയമായും അല്ലാഹു തആല കൃപാലുവാണ്, അല്ലാഹു ഉദാരനാണ്. അതിനാൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, സത്യവിശ്വാസികളെ നിങ്ങൾ പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരരുത്. വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ആരെങ്കിലും പിശാചിന്റെ കാൽപാദങ്ങൾ പിന്തുടരുന്നുവെങ്കിൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായിട്ടും ആ പിശാച് നിങ്ങളോട് ചീത്ത കാര്യങ്ങളും അല്ലാഹു ഇഷ്ടപ്പെടാത്ത വെറുക്കപ്പെട്ട കാര്യങ്ങളുമാണ് നിങ്ങളോട് കൽപ്പിക്കുക. വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവുമില്ലായിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരാൾ പോലും ഹൃദയശുദ്ധിയുള്ളവരാകുമായിരുന്നില്ല. നിങ്ങളെ തസ്കിയത്ത് ചെയ്തത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, എന്നാൽ അല്ലാഹുവാണ് അവൻ ഉദ്ദേശിച്ച ആളുകളെ സംസ്കരിച്ചെടുക്കുന്നവൻ. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്ന സർവജ്ഞനുമാകുന്നു. ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോ, കഴിഞ്ഞ 10 ആയത്തുകൾ ഇറങ്ങിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കുറ്റവിമുക്തയായി. ഇതോടുകൂടി കാര്യം വ്യക്തമായല്ലോ. ആയിഷ ബീവിന്റെ അടുത്ത് കുറ്റമില്ലാന്നും ഇത് പ്രചരിപ്പിച്ച ആളുകൾ മുനാഫിക്കുകളാണെന്നും അവർ കടുത്ത കുറ്റവാളികളാണെന്നും അത് കേട്ട് പ്രചരിച്ചു പോയ മുഅ്മിനീങ്ങൾ അവരറിയാതെ അബദ്ധത്തിൽ പെട്ടവരാണ്. പക്ഷെ അവരിടത്തും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, അവരിത് കേട്ട സമയത്ത് അതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ടതായിരുന്നു. ഇത് വ്യക്തമായ കുറ്റാരോപണമാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. ആരോപിച്ച ആളുകൾ 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ല എന്നവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. സാക്ഷികളെ കൊണ്ടുവരാത്ത കാലത്തോളം പറഞ്ഞ ആളുകൾ കുറ്റവാളികളാണെന്നും ഒരു കാലത്തും അവരുടെ സാക്ഷിത്വം സ്വീകരിക്കാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതിന്റെ ഒക്കെ പുറമെ അല്ലാഹുവിന്റെ ഫضലും ഔദാര്യവും കൊണ്ടാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ശുദ്ധമനസ്കരായിരിക്കുന്നത് എന്നും അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ ഒന്നും മനസ്സിലാക്കാതെ കുറെ ആളുകൾ പെട്ടുപോയി. സാരല്ല, അല്ലാഹു തആല ആവർത്തിച്ച് പല സ്ഥലത്തും അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇതാ അല്ലാഹു നിങ്ങൾക്ക് വലിയ ഔദാര്യം ചെയ്തിട്ടുണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സദുപദേശങ്ങൾ കേൾക്കാനും സന്മാർഗം കണ്ടെത്താനും തന്നെ കാരണമായിട്ടുള്ളത്. എല്ലാം അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ ആയിഷ ബീവിയുടെ പരിശുദ്ധി സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ വിളിച്ചു പറഞ്ഞു, അബ്ശിർ യാ ആയിഷ, അബ്ശിർ ആയിഷ, ഇനി സന്തോഷിച്ചുകൊള്ളൂ. ഇപ്പൊ എല്ലാം പ്രശ്നം തീർന്നല്ലോ. റസൂലുള്ളാഹിക്ക് ഇനി പ്രഖ്യാപിക്കാം, കാരണം ആയത്തിറങ്ങിക്കഴിഞ്ഞു. സ്വന്തം അഭിപ്രായമല്ല, അല്ലാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു. അതിനാൽ അബ്ശിർ യാ ആയിഷ, ആയിഷ നീ സന്തോഷിച്ചുകൊള്ളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലേറെ സന്തോഷമായി, കാരണം മൂപ്പരും കുടുങ്ങിയിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളല്ലേ ആയിഷ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതോടുകൂടി എന്ത് ചെയ്തോരോ, മിസ്തഹ് ബിൻ അസാസിന് യഥാർത്ഥത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വകയിലൊരു അമ്മാവന്റെ മകനാണ്. ഈ ആരോപണത്തിൽ പങ്കാളിയായി മിസ്തഹ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്ന ഒരു മഹാസാധുവാണ്. ആയിഷ ബീവി കുറ്റവിമുക്തയായ ആയത്തിറങ്ങിയതോടുകൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിസ്തഹിനെ ഇനി എന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു. കാരണം കുറ്റവാളിയാണ് മിസ്തഹ്. എല്ലാ സഹായങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർത്തിവെച്ചു. ഈ തീരുമാനം വന്നപ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ നോക്കണം അല്ലാഹുവിന്റെ ഔദാര്യം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അല്ലാഹു തആല ദയാനിധിയാണ്, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു ഔദാര്യവാനാണല്ലോ. അതാണ് നാം അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കും ആളുകൾ ഈ കുറ്റമൊക്കെ ചെയ്തിട്ട് അല്ലാഹു തആല എന്താ അദാബർക്കാത്തത്. അദാബർക്കാൻ അല്ലാഹു തആലക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അല്ലാഹുവിനത് പ്രയാസവുമല്ല. പക്ഷേ അല്ലാഹുവിന്റെ ഫളല്, അല്ലാഹുവിന്റെ റഹ്മത്ത്, അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്രയധികം ധിക്കാരം കാണിച്ചിട്ട് പോലും, കുറ്റം ചെയ്തിട്ട് പോലും അല്ലാഹു തആല കഠിനമായ അദാബ് കൊണ്ട് നമ്മെ ശിക്ഷിക്കാത്തത്. നിങ്ങൾ നോക്കൂ, ആയിഷ ബീവിനെ വിഷമിപ്പിച്ച, അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം വിഷമിപ്പിച്ച, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം ദുരിതത്തിലാഴ്ത്തിയ, ഉമ്മുൽ മുഅ്മിനീനെ കണ്ണുനീര് കുടിപ്പിച്ച ഈ സംഭവത്തിന് ഉത്തരവാദിയായ 3-4 ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഈ മിസ്തഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബന്ധുവായ മിസ്തഹ്. വേറെ ആരോട് ദേഷ്യം പിടിച്ചിട്ടില്ലെങ്കിലും മിസ്തഹിനോട് ദേഷ്യം പിടിക്കൂലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ പറഞ്ഞാൽ അവൻ പോട്ടെ നോക്കാം. പക്ഷെ മിസ്ഹബ് കുടുംബക്കാരനല്ലേ, സ്വന്തം ഔദാര്യം കൊണ്ട് ജീവിക്കുന്ന ആളല്ലേ, അപ്പൊ ദേഷ്യം പിടിക്കാതിരിക്കുമോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചതിൽ എന്താണ് തെറ്റ്? ഞാനും നിങ്ങളാണെങ്കിൽ വെറുതെ വിടുമോ? പക്ഷേ അല്ലാഹു തആല പറഞ്ഞു, ولا يأتل أولي الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. എന്തൊരു ഉദാരനാണ് അല്ലാഹു, എന്തൊരു കാരുണ്യവാൻ ാണല്ലാഹു. അല്ലാഹു തആല സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്, വലാ യഅ്തലി ഉലിൽ ഫളി മിൻകും വസ്സഅതി അൻ യുഅ്തൂ ഉലിൽ ഖുർബാ വൽ മക്കീൻ. നിങ്ങളിൽ നിന്ന് മഹത്വവും ആശ്വാസവും സാമ്പത്തിക സൗകര്യങ്ങളുമുള്ള ആളുകൾ അവരുടെ അടുത്ത ബന്ധുക്കും മിസ്കിനുകൾക്കും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിരുന്ന യോദ്ധാക്കൾക്കും അവർ ഔദാര്യങ്ങൾ നൽകുന്നതിൽ നിന്ന് തടസ്സം നിൽക്കാൻ പാടില്ല. അവർ കുറ്റം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം, അവരോട് നിങ്ങൾ ക്ഷമ കാണിക്കണം, അവരുടെ ക്ഷമാപണം നിങ്ങൾ സ്വീകരിക്കണം. അതുകൊണ്ട് നിങ്ങൾ അവർ നൽകിക്കൊണ്ടിരുന്ന ഔദാര്യങ്ങളെ നിങ്ങൾ തടസ്സപ്പെടുത്തേണ്ടതില്ല, അത് നിങ്ങൾ തുടരണം, കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയരുത്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല പൊറുക്കുന്നവനാണ്, അല്ലാഹു തആല ഉദാരനാണ്. ഈ ആയത്ത് കൂടി ഇറങ്ങിയപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞുപോയി, അതേ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് പുറത്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് മിസ്തഹിനുള്ള എന്റെ സഹായം ഞാൻ തുടരുക തന്നെ ചെയ്യും. എന്തൊരു ഉദാരമായ മനസ്സാണത്! അല്ലാഹു എന്തൊരു ഉദാരമായ മനസ്സാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയിട്ടുള്ളത്. ഇത്രമാത്രം കഠിനമായ ആരോപണങ്ങൾ പറഞ്ഞിട്ട് പോലും അല്ലാഹ് പറയുന്നത് ഞാൻ പുറത്തു കൊടുക്കുന്നുണ്ട്, പിന്നെന്താ നിങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നതിനെന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങൾ മിസ്തഹിന് മാപ്പ് കൊടുക്കുക തന്നെ ചെയ്തു, തന്റെ സഹായങ്ങൾ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തിൽ ഉഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറ വലഹും അദാബുൻ അലീം. അല്ലാഹു തആല മേലാൽ ഇനി ഇതുപോലെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു കർക്കശമായി പറയുകയാണ്, സംഭവിച്ചതൊക്കെ സംഭവിച്ചുപോയി ആവട്ടെ. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, നിശ്ചയമായും പതിവ്രതകളായ ശുദ്ധമതികളായ ഗാഫിലാത്ത്, തെറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സ്ത്രീകളെ കുറിച്ച്
ഇതുപോലുള്ള ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ലുഇനൂ ഫിദ്ദുന്യാ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ട